ഞാൻ സ്വയം ഒഴിഞ്ഞതല്ല. 6966 വോട്ടുകൾക്ക് ജയിച്ചു. കെ ആൻസലിനെ തോൽപ്പിച്ചത് 6966 വോട്ടിന്. മറ്റൊരു തിരുവനന്തപുരത്തെ മറ്റൊരു മണ്ഡലം കൂടി LDF-നെ കൈവിടുന്ന സാഹചര്യമാണ്. എൻ ശക്തൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച എൻ ശക്തൻ നല്ലൊരു ജയമോടെ സ്വന്തമാക്കുകയാണ്. നെയ്യാറ്റിൻകരയിൽ ആൻസലിനെ തോൽപ്പിച്ച് ശക്തന്റെ മുന്നേറ്റം. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് ചാത്തന്നൂരിൽ താമര വിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ബി ഗോപകുമാർ ചാത്തന്നൂരിൽ വീണ്ടും താമര വിരിയിച്ചിരിക്കുന്നു. ചാത്തന്നൂരിൽ ആദ്യമായാണ് താമര വിരിയുന്നത്. കേരളത്തിൽ വീണ്ടും താമര വിരിയിച്ചിരിക്കുന്നു. നേമത്തും BJP സ്ഥാനാർത്ഥി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മുന്നിലാണ്. അങ്ങനെ 2 താമരകൾ ഒരുപക്ഷെ കേരള നിയമസഭയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാവുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 5ഓളം മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്തിരുന്നു. പക്ഷേ മഞ്ചേശ്വരത്തും പാലക്കാട്ടടക്കം പിന്നോട്ട് പോകുന്ന പശ്ചാത്തലമുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ ലീഡ് ചെയ്തിട്ട് പിന്നീട് പുറകോട്ട് പോകുന്നു. ഇപ്പോൾ ചാത്തന്നൂരിൽ ഒരു ഘട്ടത്തിൽ തിരുവല്ലയിൽ ലീഡിലേക്ക് BJP വന്നു. അവിടെ 2ാം സ്ഥാനത്തേക്കാണ് ഇപ്പോൾ BJP പോയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായി തന്നെ അവർ കാണും. കാരണം അവിടെ തിരുവല്ലയിൽ ത്രികോണ പോരാട്ടത്തിൽ 2ാം സ്ഥാനത്ത് BJP വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ചാത്തന്നൂരിൽ കേരളത്തിൽ നിന്ന് ഒരു താമര വിരിഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ നേട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ബി ഗോപകുമാർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. വലിയ ആഹ്ലാദം ഈ വിഷയത്തിൽ പങ്കുവച്ചു. ഇനിയിപ്പോ നമ്മൾ കാത്തിരിക്കേണ്ടത് വട്ടിയൂർക്കാവിൽ മുരളീധരന്റെ വിജയം എങ്ങനെ ഉണ്ടാകുമെന്നുള്ളതാണ്. മണലൂരിൽ TN പ്രതാപൻ കേവലം 45 വോട്ടുകൾക്ക് മാത്രമാണ് മുന്നിലുള്ളത്. അത് വിജയത്തിലേക്ക് കൺവേർട്ട് ആകുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴക്കൂട്ടത്ത് വാശിയേറിയ പോരാട്ടം നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റ്സ് കുറച്ചുകൂടി വരാനുണ്ട്. പല റൗണ്ടുകളായി തീരാനുണ്ട്. അങ്ങനെ ഓരോ തലത്തിലുമുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഓരോ തലത്തിലുമുള്ള ടൈറ്റ് മത്സരങ്ങൾ നടക്കുന്ന നിരവധി മണ്ഡലങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് പ്രധാനമാണ്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല വിജയം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. KB ഗണേഷ് കുമാർ തന്റെ 25 വർഷത്തെ ജനപ്രതിനിധിയായിരുന്നതിന് ശേഷം ഇപ്പോൾ പരാജയത്തിന്റെ രുചി അറിയുകയാണ് KB ഗണേഷ് കുമാർ എന്നുള്ളതാണ്. TN പ്രതാപന്റെ മണ്ഡലമായ മറ്റൊരു ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ഫാത്തിമ തെഹ്ലിയ അവിടെ പേരാമ്പ്രയിൽ വിജയം ഉറപ്പാക്കുകയാണ്. TP രാമകൃഷ്ണനും എന്ന വലിയ LDF-ന്റെ പ്രധാന നേതാക്കളുടെ ഒരാൾ അവിടെ അടിപതറുന്നു. ലീഗ് വനിതാ നേതാവിന് മുന്നിൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം. പേരാമ്പ്രയിൽ ഫാത്തിമ തെഹ്ലിയ വിജയം ഉറപ്പാക്കുന്നു. മറ്റൊരു പ്രധാന മുഖം കൂടി LDF-ന് ഇല്ലാതാവുകയാണ് നിയമസഭയിൽ എന്നുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. തീർച്ചയായും ഫാത്തിമ തെഹ്ലിയ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ, നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയായിരുന്നു ഏറ്റവും അധികം കാഫിർ പരാമർശം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടതെങ്കിൽ ഇത്തവണ വലിയ തോതിൽ വർഗീയമായി തന്നെ വിഷയം ചർച്ച ചെയ്യപ്പെടുകയും അതിനെ ഉയർത്തി കാണിക്കുകയും അങ്ങനെ ആ നിലയിലുള്ള ഒരു പ്രചാരണം LDF-ന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതായത് മതം പറഞ്ഞുകൊണ്ട് ഫാത്തിമ തെഹ്ലിയ വോട്ട് ചോദിച്ചു എന്നതായിരുന്നു അവിടെ LDF-ന്റെ പ്രചാരണം. അതിനെ ഫാത്തിമ തെഹ്ലിയും അതോടൊപ്പം തന്നെ UDF-ഉം ചോദ്യം ചെയ്തിരുന്നു. എവിടെയാണ് ഞങ്ങൾ മതം പറഞ്ഞത്? അതൊരു തെറ്റായ പ്രചാരണമാണ് എന്നും അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയടക്കം നൽകുകയും ചെയ്തിരുന്നു. അവിടെയാണ് ആ തന്ത്രങ്ങളടക്കം ഇടതുപക്ഷത്തിന് പരാജയപ്പെടുന്നത്. ഫാത്തിമ തെഹ്ലിയ എന്ന യുവ നേതാവാണ് ഇപ്പോൾ വിജയിച്ചു കയറുന്നത്. അത് UDF-നെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെയും സംബന്ധിച്ചിടത്തോളം മിന്നുന്ന വിജയമായി മാറുന്നു പേരാമ്പ്രയിലേത് എന്നതാണ്. 12,462 വോട്ടുകൾക്ക് രമേശ് പിഷാരടി പാലക്കാട്ട് വിജയിച്ചു. 12,462 വോട്ടുകൾക്ക് രമേശ് പിഷാരടി പാലക്കാട് വിജയിച്ചു. മണലൂരിൽ വീണ്ടും കാര്യങ്ങൾ മാറുന്നു. 675 വോട്ടുകൾക്ക് മണലൂരിൽ C രവീന്ദ്രനാഥ് വീണ്ടും മുന്നിൽ വരികയാണ്. മണലൂരിൽ വലിയ ടൈറ്റ് മത്സരം നടക്കുകയാണ്. അവിടെ TN പ്രതാപൻ പുറകോട്ട് പോകുന്നു. 672 വോട്ടുകൾക്ക് മണലൂരിൽ ഇപ്പോൾ വീണ്ടും CN രവീന്ദ്രനാഥ് മുന്നോട്ട് വരുന്നു. മറ്റൊരു കാര്യം, ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ ഭൂരിപക്ഷം കുറയുന്നുണ്ട് കേട്ടോ. 3700 വോട്ടുകളിലേക്ക് ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ ഭൂരിപക്ഷം കുറയുന്നു. അതായത് ഇനിയിപ്പോൾ ബേപ്പൂരിലെ വോട്ടുകൾ എത്ര എണ്ണാനുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ തുടക്കത്തിൽ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞാണ്. അതായത് ബേപ്പൂരിലെ ആദ്യ റൗണ്ടുകളിലായിരിക്കണം മികച്ച ഭൂരിപക്ഷം നേടേണ്ടത്. അതല്ല എങ്കിൽ പിന്നീട് എണ്ണാൻ പോകുന്നത് ഏതാണ്ട് UDF-ന് മേൽക്കൈയുള്ള ഇടങ്ങളിലായിരിക്കും. അത് തന്നെയായിരുന്നു വോട്ടെണ്ണലിന്റെ സമയത്തും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം PV അൻവർ പറഞ്ഞത്. ഇനിയിപ്പോൾ അറിയേണ്ടത് മൊട്ടയടിച്ച് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.